ഹായ് ഓൾ മിസ്റ്റിക് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് 72 ഹവേഴ്സിൽ നിങ്ങളറിയാൻ പോകുന്ന ഒരു സീക്രട്ട് എന്താണ്. ഓക്കെ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആവുന്നവർ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ എനർജിയുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് കിട്ടിയ കാർഡ്സ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ സീക്രട്ട് എന്ന് പറയുമ്പോൾ അതൊരു ഹിഡൻ ട്രൂത്ത് ആകാം. ചിലപ്പോൾ നിങ്ങളറിയാതെ നിങ്ങൾക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാവാം. അതും അല്ലെങ്കിൽ നിങ്ങൾ ഏറെ നാളായിട്ട് ആൻസർ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ്റെ ക്ലാരിറ്റിയും ആയിരിക്കാം. അപ്പോൾ ഇവിടെ സൺ കാർഡാണ് ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. സൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ലൈറ്റ് നമുക്ക് തരുന്നതാണ്. അതായത് ഇവിടെ നിങ്ങൾക്കൊരു ഡാർക്ക്നെസ്സിൽ ആണ് നിങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ആ ഡാർക്ക്നെസ്സിൽ നിന്നും ലൈറ്റിലേക്ക് വരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ എനിക്ക് ചുറ്റും നടക്കുന്നത്, ഞാൻ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ, അതും അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന അതിനൊരു ക്ലാരിറ്റി ലഭിക്കുന്ന എനർജിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഏതൊരു മേഖലയിലും നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി മാറ്റർ ആയിരിക്കാം, കരിയർ, ജോബ്, മണി റിലേറ്റഡ് ഏതിനെ വേണമെങ്കിലും നിങ്ങൾക്ക് ബേസ് ചെയ്തിട്ട് ലൈഫിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്പ്രെഡിലുള്ളത്. മറഞ്ഞിരുന്ന കാര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. നിങ്ങളുടെ കൺഫ്യൂഷന്, സ്ട്രെസ്സൊക്കെ കുറയുന്നു. എന്നിട്ട് ട്രൂത്താണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ട്രൂത്ത് നിങ്ങൾ അറിയാൻ പോകുന്ന ഒരവസ്ഥയാണ്. അതാണ് ഏസ് ഓഫ് സോർട്സ് തന്നെ പറയുന്നത്. ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റി കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് തന്നെ ഹിഡനായി നിന്ന ഒരു ട്രൂത്ത് റിവീൽ ആവുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഫാമിലിയിൽ മുൻപ് അറിയാത്തൊരു കാര്യം ക്ലിയർ ആവുന്നതായിരിക്കാം. ചിലപ്പോൾ സ്വത്ത് തർക്കങ്ങളോ അതുപോലെ തന്നെ കോർട്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ കേസ് തർക്കങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഈ ഒരു റിയലൈസേഷൻ വരുന്നതോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്കൊരു ന്യൂ ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ടും ഈ ഒരു സ്പ്രെഡിൽ കാണുന്നുണ്ട്. അത് വളരെ പോസിറ്റീവോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു, ഒരു ന്യൂ ബിഗിനിങ്. അതൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ന്യൂ ബിഗിനിങ് ഉണ്ടാവാം. നിങ്ങളുടെ ഫാമിലി പ്രോബ്ലംസ് ആണെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വന്നിട്ട് അവിടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവാം. ജോബിലാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്, അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജോബിൻ്റെ ഓഫർ കൺഫർമേഷൻ കിട്ടുന്ന ഒരു എനർജി ആയിരിക്കാം. അതല്ലെങ്കിൽ PSC കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കാം. അങ്ങനെ ഏത് കാര്യമാണോ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിട്ടാണ് ഈ ഒരു സ്പ്രെഡിൽ കാണുന്നത്. ഇത് യൂണിവേഴ്സ് തരുന്ന വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ്. അതുമാത്രമല്ല, നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ട്രൂത്താണ് അറിയാൻ പോകുന്നത്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നിങ്ങൾ റിയലൈസ് ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പോലും കഴിയില്ല. നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ശത്രു. അപ്പോൾ അത് നിങ്ങൾ അറിയുമ്പോൾ ഇവർ തന്നെയാണോ എന്നോട് ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഇവരിൽ നിന്നാണോ ഞാൻ ചതിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഇവർ കാരണമാണോ എനിക്ക് ഇങ്ങനെ ഉണ്ടായത് എന്നുള്ള ഒരു ട്രൂത്താണ് വരാൻ പോകുന്നത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത്. ഇതൊരിക്കലും നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ടുള്ളതല്ല, നിങ്ങളെ 10 മടങ്ങ് ശക്തനാക്കാൻ വേണ്ടിയിട്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് ഈ ഒരു വാതിൽ തുറന്നു തരുന്നതാണ്. ഈ ഒരു റിയലൈസേഷൻ നിങ്ങളുടെ സിറ്റുവേഷനെയും ലൈഫിനെയും തന്നെ മാറ്റിമറിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും. ഈ ഒരു റിയലൈസേഷൻ അറിഞ്ഞതോടുകൂടി നിങ്ങൾ ഒരിക്കലും തളരുന്നില്ല. നിങ്ങൾ 10 മടങ്ങ് ശക്തിയിലൂടെ തന്നെ മുന്നോട്ട് വരിക തന്നെ ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ആയിരിക്കാം ചിലപ്പോൾ വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് ഒരാളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ അടുത്ത് വരികയും ചിലപ്പോൾ അകന്നു പോവുകയും ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കാം. ആ ഒരു റിയലൈസേഷൻ, ആ ഒരാളുടെ ഇൻറ്റൻഷൻ എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവും. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. ഒരു ക്ലാരിറ്റിയാണ് നിങ്ങൾക്കിതിലൂടെ യൂണിവേഴ്സ് നൽകുന്നത്. ചിലർക്ക് ഇതൊരു പോസിറ്റീവ് ഷോക്കായിരിക്കാം, ചിലർക്കിത് ഒരു അൺഎക്സ്പെക്റ്റഡ് ഗുഡ് ന്യൂസും ആയിരിക്കാം. ചിലർക്കിത് ഒഫീഷ്യൽ അപ്രൂവൽ ആകാം, മറ്റു ചിലർക്ക് ഫാമിലി ഡിസ്കഷൻ ആകാം. റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണെങ്കിൽ അവരത് സീരിയസ് കമ്മിറ്റ്മെൻറ്റിലേക്ക് റിവീൽ ചെയ്യുന്ന ഒരു അവസ്ഥയും ആയിരിക്കാം. ഓവറോൾ നമുക്ക് പറയാൻ പറ്റുന്നത് അടുത്ത 72 ഹവേഴ്സിൽ നിങ്ങൾ അറിയാൻ പോകുന്ന സീക്രട്ട് ഒരു കൺഫ്യൂഷൻ കൂട്ടുന്ന സീക്രട്ട് അല്ല, മറിച്ച് നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന, ക്ലാരിറ്റി നൽകുന്ന, മുന്നോട്ടുള്ള വഴി കൂടുതൽ ക്ലിയർ ആക്കുന്ന ഇൻഫോർമേഷൻ ആയിരിക്കാം. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ട ക്ലാരിറ്റി, ട്രൂത്ത്, ഹാപ്പിനെസ് ഇവയെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ കാണിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ റെസണേറ്റ് ആയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.